ശ്രീ ഷോൺ ജോർജ്, ഇവിടെ ഈ ബാർ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് ബാർ ഉടമകളുടെ ഒരു വാദമുണ്ടായിരുന്നു. ഈ 2.5 ലക്ഷം പിരിച്ചത് കെട്ടിടം നിർമ്മിക്കാനാണ് എന്ന്. പക്ഷേ ആ വാദഗതികൾ പൊളിയുകയാണ്. ആകെ പിരിച്ചത് 1 ലക്ഷം വീതം എന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നു താങ്കൾ? ഇത് എന്നാ പറഞ്ഞത്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. ഇത് വർഷങ്ങളായി ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന 2 മുന്നണികളും ഈ ബാർ ഉടമകളിൽ നിന്ന് കാലാകാലങ്ങളിൽ പണം വാങ്ങിയിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല. കെ എം മാണിയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ ബാർ കോഴ സത്യമായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിശുദ്ധനാക്കി. ഇവിടെ ഈ ഇപ്പം നടക്കുന്ന ബാർ കോഴ ആരോപണം 1 or 2 ആഴ്ചത്തേന് പുതിയൊരു ആരോപണം വരുന്നോടം വരെ മാത്രമുള്ള കണ്ണിപ്പൊടിയിൽ ഇടിയിലാണ്. കാരണം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഈ വിഷയത്തെ ഏറ്റെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കോൺഗ്രസ് ഒരു 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 മേൽപ്പൊടി എന്ന് പറയുന്ന ഒരു പ്രകടനം നടക്കുന്നു, എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ആത്മാർത്ഥതയും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ, ഇന്ന് ഇപ്പോൾ ഈ വോട്ടെണ്ണൽ മെഷീനുമായി മന്ത്രിയുടെ വസതിയിലേക്കടക്കം അത്തരത്തിലുള്ള പ്രതിഷേധത്തിനൊക്കെ കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ അതും വെറും പ്രഹസനമാണല്ലേ? പ്രഹസനം 100% ഞാൻ പറയാമല്ലോ. ഇതിപ്പോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ജനം എന്ത് വിചാരിക്കും എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ എവിടെയും എത്തില്ല. കാരണം CPM അന്ന് ബാർ കോഴ കൈകാര്യം ചെയ്ത രീതി നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രീതിയിലാണോ ഇന്ന് കോൺഗ്രസ് ഇതിനെ തിരിച്ച് കൈകാര്യം ചെയ്യുന്നത് ഒന്ന് മാത്രം വിലയിരുത്തിയാൽ മതി. അതോ കോൺഗ്രസിന് പ്രതിപക്ഷം എന്ന നിലയിൽ ശക്തി ഇല്ലേ? എന്താണ് അവരുടെ പ്രശ്നം? 10-ാം തീയതിക്ക് ശേഷം ജുഡീഷ്യൽ അന്വേഷണം നിയമസഭയിൽ ആവശ്യപ്പെടും എന്നാണ് അവരിൽ നിന്ന് പറയുന്നത്. ഇത് എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു അഴിമതി കേസിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ട ചരിത്രമുണ്ടോ? ആകെപ്പാടെ ഒരു ബാലകൃഷ്ണപിള്ള, അത് സഖാവ് VS-ന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ അതും ശിക്ഷിക്കപ്പെടാതെ പോയേനെയും. പക്ഷെ ശിക്ഷിക്കപ്പെട്ടിട്ട് എന്താ? ആ ശിക്ഷിക്കപ്പെട്ട ബാലകൃഷ്ണപിള്ളയും അദ്ദേഹത്തിന്റെ മകന് ഗണേഷ് കുമാർ എന്ന് ഈ മന്ത്രിസഭയിൽ അംഗമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനവും പൊതുസമൂഹവും പൊട്ടന്മാരാകുന്നു. അന്ന് ഇവര് ബാലകൃഷ്ണപിള്ളക്കെതിരെയും ഗണേഷ് കുമാറിനൊക്കെതിരെയും അന്ന് CPM പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇന്നെന്താണ്? അതേ മന്ത്രിസഭയിൽ കയറ്റി വിശുദ്ധനാക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ജനം വിഡ്ഢികളാണ് എന്നതിനപ്പുറത്തേക്ക് എന്തു പറയാനാണ്? ശ്രീ ഷോൺ, ഇവിടെ ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുക, ഇതിലൊരു റിപ്പോർട്ട് സമർപ്പിക്കുക, ഈ ആരോപണ വിധേയരായ മന്ത്രിമാരെയൊക്കെയും വിശുദ്ധരാക്കുക, ഇടതുപക്ഷത്തെ CPM-നെ വിശുദ്ധരാക്കുക, അത്തരത്തിലുള്ള ഒരു തന്ത്രം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കോൺഗ്രസിന്റെ ഒത്താശ കൂടി ഉണ്ട് എന്ന് വേണം നമുക്ക് സ്വാഭാവികമായും സംശയിക്കാനും, അല്ലേ? അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണ്? ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. ജോർജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഷോൺ ജോർജിനെ ഏൽപ്പിക്കുന്നതിന് തുല്യമല്ലേ ഈ മന്ത്രിമാരെ കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസിനെ ഏൽപ്പിക്കുന്നത്? എത്ര ദയനീയമാണ് ഈ അവസ്ഥ! ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്ന നമ്മുടെ ഒരു അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. ജനം വിഡ്ഢികളാകുന്നു. യെസ്, നന്ദി ശ്രീ ഷോൺ ജോർജ്, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.